പ്രിയപ്പെട്ടവർക്കും സുബർ സാറാണ്. നമ്മുടെ +2 സേ ഇംപ്രൂവ്മെൻറ്റ് ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ സാധാരണ എല്ലാ കുട്ടികൾക്കും എല്ലാ കാറ്റഗറിയുള്ള കുട്ടികൾക്കും ക്ലാസ് കൊടുക്കാറുണ്ട്. എന്ന് പറഞ്ഞാൽ എൻട്രൻസ് ആണ് അതിൻ്റെ ക്ലാസ് ആ രീതിയിൽ കൂടെ, +2 ആണെങ്കിൽ ആ രീതിയിൽ കൂടെ, റെഗുലറുകാർക്ക് ആ രീതിയിൽ കൂടെ. ഇപ്പം നമ്മൾ പഠിപ്പിക്കുന്നത് +2ൻ്റെ ഇംപ്രൂവ്മെൻറ്റ് ക്ലാസ് ഓർ സേ. അപ്പോൾ അവരെ പഠിപ്പിക്കുന്നത് മറ്റവരെ പഠിപ്പിക്കുന്ന പോലെ അങ്ങോട്ട് വന്ന് ഞാൻ പറഞ്ഞിട്ട് പോയാൽ അവർ ചെയ്യില്ല. നിങ്ങൾക്ക് ഇത്തിരി ബുദ്ധിമുട്ടുണ്ടാവും, മീൻസ് കണക്ക് ചെയ്യുന്നതിനുള്ളിൽ വളരെ ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ ആ രീതിയിൽ കൂടെ നിങ്ങളിലോട്ട് നിങ്ങൾ എത്തുക എന്നുള്ളതാണ് എൻ്റെ ആദ്യത്തെ ലക്ഷ്യം. അല്ല ഞാൻ 2 ക്വസ്റ്റ്യൻ പരീക്ഷയ്ക്ക് വരുന്നതാണെങ്കിൽ പോലും വന്ന് പറഞ്ഞു തന്നിട്ട് പോയിട്ടുകൊണ്ട് കാര്യമില്ല. നിങ്ങൾക്ക് മനസ്സിലാവുകയും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുകയും ഉറപ്പിക്കണം, എന്നെങ്കിൽ മാത്രമേ ഞാൻ ഈ പഠിപ്പിക്കുന്നതുകൊണ്ട് ഗുണമുള്ളൂ. അപ്പോൾ നിങ്ങളെ അറിഞ്ഞാണ് ഞാൻ ഇന്നത്തെ 2 ചോദ്യം, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 ചോദ്യങ്ങളാണ്. പിന്നെ നമ്മുടെ ഓൺലൈൻ ക്ലാസ് ഉണ്ട്, നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. കാരണം നിങ്ങളെ ജയിപ്പിക്കാനുള്ള എല്ലാ സജ്ജീകരണങ്ങളും അതിനുള്ളിലുണ്ട്, അതാണ് കേട്ടോ. ആ രീതിയിൽ കൂടെയുള്ള ക്ലാസ്സാണ്, അത് ജോയിൻ ചെയ്യുക. നമ്മുടെ നമ്പർ 9846708540 കോൾ ചെയ്തോ, വാട്സപ്പിൽ മെസ്സേജ് ജോയിൻ ചെയ്യാം. അത് മാത്സ് ഉണ്ട്, ഫിസിക്സ് ഉണ്ട്, കെമിസ്ട്രി ഉണ്ട്, 3ഉം അടിപൊളിയായിട്ട്. ഇനി നമുക്ക് ഒന്നുകൂടെ എഴുതാനുള്ളൊരവസരം വരാതെ ഈ സമയം ഈ ടൈമിൽ തന്നെ നമുക്കിതിനെ പാസ്സാക്കി വിടുന്ന രീതിക്കുള്ള ഉറപ്പിച്ചുള്ള ക്ലാസ്. ഓക്കെ, പൊട്ടും സമയം കളയേണ്ട, നമ്മുടെ ക്ലാസ്സും സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ ഇന്ന് പഠിപ്പിക്കുന്നത് 2 ചോദ്യങ്ങൾ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മുടെ ഈ ചോദ്യം എല്ലാവരും ചിലപ്പോൾ കണ്ടു കാണും, ചിലപ്പോൾ കണ്ടിട്ടേ ഇല്ലായിരിക്കും. കാരണം ക്ലാസ്സിൽ പഠിപ്പിക്കുമ്പോൾ നമ്മൾ കൂടുതൽ ശ്രദ്ധിച്ച് കാണത്തില്ല. നമ്മൾ ഇതെല്ലാം എത്തിയത് എന്ന് പറഞ്ഞാൽ, ഇപ്പം നമ്മളൊരു ഫെയിൽഡായ കുട്ടിയുടെ കാര്യം ഞാൻ പറയാം. ക്ലാസ് ചിലപ്പോൾ നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ടാവും, നമ്മൾ ആ സമയത്ത് ഇതിനെക്കുറിച്ചുള്ള സീരിയസ്നെസ് അറിയാതെ മിണ്ടിക്കാണും, സംസാരിച്ചുകൊണ്ടിരുന്ന് കാണും. ഇപ്പോൾ മിണ്ടരുത്, നോക്കിയിരിക്കുക, ചെയ്യുന്നത് ഓരോന്നും കാണണം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ ക്വസ്റ്റ്യൻ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 2 വെക്റ്റേഴ്സുകൾ തമ്മിലുള്ള ആംഗിൾ. ഓക്കെ, 2 വെക്ടർ തരും, ആംഗിളിനെ കണ്ടുപിടിക്കാൻ ചോദിച്ചാൽ എങ്ങനെയാണെന്നുള്ളതാണ്. നമുക്ക് ആദ്യം തന്നെ ഫോർമുല അങ്ങോട്ട് എഴുതണം. cos θ ഈസ് ഈക്വൽ ടു a.b ബൈ മോഡുലസ് a ഇൻറ്റു മോഡുലസ് b. ഓക്കെ, ഇതാണ് ഫോർമുല. ഈ ഫോർമുല എഴുതിയാൽ 1 മാർക്കാണ് കേട്ടോ. ഫോർമുലയ്ക്ക് 1 മാർക്കുണ്ട്, അതുകൊണ്ട് ഫോർമുല എല്ലാത്തിൻ്റെ പഠിച്ച് വെച്ചോണം. അപ്പോൾ നമുക്കിവിടെ 4ാമത്തെ സ്റ്റെപ്പിൽ ആൻസറാണ്. 4th സ്റ്റെപ്പ്. ഈ 3 പേരെ കണ്ടുപിടിക്കണം. a.b ഓൺ ന്യൂമറേറ്റർ, മോഡുലസ് a ആൻഡ് മോഡുലസ് b ഓൺ ഡിനോമിനേറ്റർ. ഓക്കെ, അപ്പോൾ ആദ്യം a.b കണ്ടുപിടിക്കാൻ ഞാൻ പറഞ്ഞു വളരെ പതുക്കെ ആണ് ചെയ്യുന്നത്, വളരെ സ്ലോയിൽ. നിങ്ങൾ വളരെ പതുക്കെ മനസ്സിലാക്കണം, തെറ്റിക്കാതെ ചെയ്യാനും പഠിക്കണം. a.b എന്ന് പറയുമ്പോൾ 2 ബ്രാക്കറ്റ് ഇടുക, ഇടയ്ക്കൊരു കുത്തിടുക, അതാണ് ഡോട്ട്. ഓക്കെ, ആദ്യം ഇതെഴുതണം. 2i + 2j - k, അടുത്ത 3i + 2j - 6k. എന്നിട്ട് ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇതിൻ്റെ ഐയുടെ കൂടെ, ഇവിടെ ആരാ ഐ, ഇതാണ് ഐ, 2i, ഇവിടെ 3i. അപ്പോൾ ഐയുടെ കൂടെ ഉള്ള ഒരു 2ഉം പിന്നെ ആരാ 3ഉം, അത് തമ്മിൽ ഇൻറ്റു ചെയ്യണം ഇങ്ങനെ, എന്നിട്ടൊരു പ്ലസ്. ഓക്കെ, എന്നിട്ട് ജെയുടെ കൂടെ ഇവിടെ ആരാ 2, ഇവിടുത്തെ ജെയുടെ കൂടെയും 2, അതും ഇൻറ്റു ചെയ്യണം. 2 × 2 പ്ലസ്. പിന്നെ കെയുടെ കൂടെ, കെയുടെ കൂടെ ആരും കാണുന്നില്ലെന്ന് വിചാരിക്കേണ്ട. -k എന്ന് പറഞ്ഞാൽ -1k എന്നാണ്, -1 ഉണ്ട് അവിടെ കേട്ടോ, -1. ഓക്കെ, ഇൻറ്റു ഇവിടെയും കെയുടെ കൂടെ ആരുണ്ട്, -6. ഓക്കെ, ദാറ്റ് ഈസ് 6 + 4 + 6 16 ആണെന്ന് തോന്നുന്നു കേട്ടോ. 6 × 4 = 16. ഓക്കെ, 6 × 4 = 16 എന്ന് പറഞ്ഞാൽ 6 കൂട്ടി. ഓക്കെ, അത് കിട്ടി. നെക്സ്റ്റ് എന്താണെന്ന് അറിയാമോ? മോഡുലസ് ഓഫ് എ ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് മോഡുലസ് ഓഫ് ബി ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ്. അപ്പം മോഡുലസ് എന്ന് പറഞ്ഞാൽ റൂട്ട് ഓഫ് ആണ് എന്നാണ്. ഇനി ഇതിനുള്ളിൽ എഴുതുന്ന നമ്പർ എയിലോട്ട് എത്തണം. ദാണ്ട് ഇവിടെ എത്തി. ഇവിടെ ആരെ 2, അതിൻ്റെ സ്ക്വയർ എഴുതണം 4. ഇവിടെ 2, അതിൻ്റെ സ്ക്വയർ എഴുതണം 4. ഇത്രയേ ഉള്ളൂ. റൂട്ടിനുള്ളിൽ ഐ ജെ കെകളുടെ കൂടെ ഉള്ള നമ്പർ. ഐ ജെ കെകൾ ഒരിക്കലും എടുത്ത് എഴുതല്ലേ. അപ്പോൾ ഇവിടെ ആരും കാണുന്നില്ലെങ്കിൽ ഞാൻ പറഞ്ഞ മുമ്പേ ആരുണ്ട്, -k എന്ന് പറഞ്ഞാൽ -1 ആണ്. -1ൻ്റെ സ്ക്വയർ 1 പ്ലസ് ആ, സ്ക്വയർ എടുക്കുമ്പോൾ പ്ലസ് ആവും കേട്ടോ. 4 4 8 1 9, റൂട്ടിനുള്ളിൽ 9 എടുക്കുമ്പോൾ 3, ആൻസർ തീർന്നു അത്. ഓക്കെ, ബിയുടെ മോഡുലസ് 3യുടെ സ്ക്വയർ എത്രയാണ്? 9 പ്ലസ് 2ൻ്റെ സ്ക്വയർ 4, മുന്നേ 36 കേട്ടോ. 36 4 49, 49 റൂട്ട് എടുക്കുമ്പോൾ 7. അപ്പോൾ എല്ലാം കിട്ടി, അവിടോട്ട് കൊടുക്കണം. ദാറ്റ് ഈസ് a.b എഴുതുക, മണ്ടയ്ക്ക് 16 എഴുതുക, താഴെ 3 7 21 ആവും. 3 × 7 കണ്ടോ, മോഡുലസ് എയ്ക്കും മോഡുലസ് ബിക്കും. മോഡുലസ് എയ്ക്ക് 3, മോഡുലസ് ബിക്ക് 7. therefore ഈക്വൽ ടു എത്ര കിട്ടി? 16 ഡിവൈഡഡ് ബൈ 21. ഇത് cos θ ആണ്. therefore θ ഈസ് ഈക്വൽ ടു cos ഇൻവേഴ്സ് 16 ഡിവൈഡ് ബൈ 21. കഴിഞ്ഞു, പ്രോബ്ലം കംപ്ലീറ്റഡ്, തീർന്നു. നമുക്ക് ഒരു കുറഞ്ഞത് 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയിരുന്നു. നെക്സ്റ്റ്.
അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ ചോദ്യം വായിച്ചത് വളരെ 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 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റനാണ്. വളരെ ഈസി ചെയ്തു തരും, ശ്രദ്ധിച്ചിരുന്നോണം. ഓക്കെ, ഫൈൻഡ് ദ വാല്യൂ ഓഫ് ലാംഡ ഇഫ് ദ വെക്ടേഴ്സ് ദീസ് ടു ആർ പെർപെൻഡിക്കുലർ. രണ്ട് വെക്ടേഴ്സുകൾ തമ്മിൽ പെർപെൻഡിക്കുലർ ആണെങ്കിൽ ലാംഡയുടെ വാല്യൂവിനെ കണ്ടുപിടിക്കണം. ഈ പെർപെൻഡിക്കുലർ എന്ന് പറയുമ്പോഴേ ഓർത്തോണം ഡോട്ട് പ്രോഡക്റ്റ് എത്രയാണ്? 0 എന്ന് പറഞ്ഞാൽ എയുടെയും ബിയുടെയും ഡോട്ട് പ്രോഡക്റ്റ് 0. ദാറ്റ്സ് ഓൾ. ഓക്കെ, അപ്പോൾ നമ്മൾ ആൻസർ എഴുതും സിൻസ് ദ വെക്ടേഴ്സ് ആർ പെർപെൻഡിക്കുലർ therefore a dot b is equal to 0 എന്നൊക്കെ ചുമ്മാ സെൻറ്റൻസ് ഇടാം. അപ്പോൾ എങ്ങനെ a dot b നമ്മൾ മുമ്പേ കണ്ടായിരുന്നില്ല, ഈക്വൽ എത്രയാണ്? 0 എന്ന് ഇക്വേറ്റ് ചെയ്യാം. ഇവരെ രണ്ടുപേരെ എടുത്ത് ബ്രാക്കറ്റിൽ എഴുതാം. ഓക്കെ, ദാറ്റ് ഈസ് 2i പ്ലസ് 3j പ്ലസ് 4k ഫസ്റ്റ് ബ്രാക്കറ്റ്. സെക്കൻഡ് എന്താണ്? i പ്ലസ് ലാംഡ ജെ പ്ലസ് 2k ഈക്വൽ 0. ഇനി നമ്മൾ മുമ്പേ പറഞ്ഞായിരുന്നു, ഒന്ന് ഓർത്തെടുത്തേ, എളുപ്പം ഡോട്ടിനെ കണ്ടുപിടിക്കാൻ ഐയുടെ കൂടുള്ളവർ തമ്മിൽ, ജെയുടെ കൂടുള്ളവർ തമ്മിൽ, കെയുടെ കൂടുള്ളവർ തമ്മിൽ, അവർ തമ്മിൽ അങ്ങോട്ട് ഇൻറ്റു ചെയ്യണം. ഇവിടെ ഐയുടെ കൂടെ ആരാണ്? 2. ഇവിടെ 1, ദാറ്റ് ഈസ് 2 × 1 പ്ലസ് ജെയുടെ കൂടെ ആരാ? 3. അവിടെ ജെയുടെ കൂടെ ലാംഡ, ദാറ്റ് ഈസ് 3 × ലാംഡ. ഇവിടെ 4, കെയുടെ കൂടെ അവിടെ 2, ദാറ്റ് ഈസ് 4 × 2. ഇപ്പോൾ മനസ്സിലായല്ലോ ഡോട്ട് കണ്ടുപിടിക്കുന്നത് ഇങ്ങനെയാണെന്ന്. ഐയുടെ കൂടുള്ളവരെ തമ്മിൽ ഇങ്ങനെ കൂടി ഇൻറ്റു ചെയ്യണം, ജെയുടെ കൂടുള്ളവർ തമ്മിൽ ഇൻറ്റു ചെയ്യണം, കെയുടെ കൂടുള്ളവർ തമ്മിൽ ഇൻറ്റു ചെയ്ത് ഒരു പ്ലസ് 2 × 1 2 പ്ലസ് 3 ലാംഡ പ്ലസ് 8 ഈക്വൽ 0, ദാറ്റ് ഈസ് 3 ലാംഡ. അതേപോലെ എഴുതി 2 + 8 10 ഈസ് ഈക്വൽ 0. 10നെ അപ്പുറത്ത് കൊണ്ടുപോകുമ്പോൾ 3 ലാംഡ ഈക്വൽ -10, ലാംഡ ഈക്വൽ -10/3. റൈറ്റ് ആൻസർ. തീർന്നു, പ്രോബ്ലം കഴിഞ്ഞു. അപ്പോൾ 2 ക്വസ്റ്റ്യൻസ്, അടിപൊളി ചോദ്യം. ഇഷ്ടപ്പെട്ടാൽ മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്യണം. ഒരു ലൈക്കും കമൻറ്റും ഒക്കെ ഒരു മടിയില്ലെങ്കിൽ തന്നേര്. എല്ലാവരും നമ്മുടെ ക്ലാസ്സുകൾ ഇങ്ങനെ നമ്മൾ മാക്സിമം തരും. ഇത് കൂടാതെ ഞാൻ പറഞ്ഞു, നല്ല കറക്റ്റ് നിങ്ങളെ ഫോളോ ചെയ്ത് നിങ്ങൾക്ക് കാര്യങ്ങൾ തന്ന് ഇൻസ്ട്രക്ഷൻസ് എല്ലാം തന്ന് കോൺഫിഡൻസ് തന്നുള്ള ക്ലാസ്സുകൾ കിട്ടുകയും ചെയ്യും. ഓക്കെ, നിങ്ങൾ ജോയിൻ ചെയ്താൽ മതി. ആവശ്യമുള്ളവരെല്ലാവരും മാക്സിമം നിങ്ങളും ജോയിൻ ചെയ്യാം. നിങ്ങൾക്ക് ആവശ്യമുള്ള ഫ്രണ്ട്സിനെയും നിങ്ങൾക്കിത് അറിയിക്കാം. ഓക്കെ, അപ്പോൾ ഇപ്പോൾ ഈ ക്ലാസ് കംപ്ലീറ്റ് ചെയ്യാണ്. ഉടൻ തന്നെ ഇതേപോലുള്ള ക്ലാസ്സുമായിട്ട് എത്തും. ഗുഡ് ബൈ.